ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ. ಎಲ್ಲ ಗೌರವಾನ್ವಿತ ಸದಸ್ಯಮಾರು അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ಖುಷಿಯ ಟೈಮ್ ಐತಿದ್ರು. ഞങ്ങളുടെ രാജ്യത്തെ കർണാടക രാജ്യത്തെ സന്മാന്യ സ്പീക്കർ സാറ് അള്ളാഹുവിനെ പവിത്രമായ ഹജ്ജ് കഡ്ഡായ ಕಾರ್ಯಕ್ರಮത്തിലെ ഹജ്ജ് ಕಾರ್ಯಕ್ರಮ പൂർത്തിയാക്കിയിട്ട് ഇത് ഇന്ത്യത്തെ സ്റ്റേറ്റിലെ ഇടീ ഇന്ത്യ രാഷ്ട്രത്തെ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു രാജ്യത്തെ സ്പീക്കർ ഹജ്ജാക്കി ബണ്ടത്. ഇത് ഞങ്ങളെ ക്ഷേത്രത്തെ ഞങ്ങളെ രായത്തെ ശാസകരൈത്തിക്കറ് ആ ഭാഗ്യം കിട്ടിയത് അള്ളാഹു സ്വീകരിക്കട്ടെ. അയാളെ ഫാമിലി ഒട്ടിಗೆ പോയിട്ട് ഹജ്ജാക്കിയിട്ട് തിരിച്ച് രായത്ത് വന്നിട്ടാറ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു വലിയ ശുക്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അയല് ചെയ്ത് ഹജ്ജും ഉംറും സിയാറത്തും അള്ളാഹു മഖ്ബൂൽ മബ്റൂർ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫർലായ ഹജ്ജും ഉംറ ചെയ്ത് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആഫിയത്തുൽ ദീർഘായുസ് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇന്ത്യയിലെ യൂടി ഖാദർ ആചാരൈത്തിക്കർ ആജി യൂടി ഖാദർ ആജി യൂടി ഖാദർ ആജി യൂടി ഇഫ്തിഖാർ. അൽഹംദുലില്ലാ. അയല് ഹജ്ജിಗೆ പോണ്ടേ മുന്നോട്ട് എങ്ങനെ നിಂತು അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പരിപാടി തന്നെ ഒരാളെ ഹജ്ജ് ഒരാള് മഖ്ബൂലും മബ്റൂറായിട്ട് ഹജ്ജ് ആക്കിയിട്ട് വന്നിട്ടെങ്കിൽ ആ മനുഷ്യ തന്റെ ഉമ്മരെ ബൈത്തരെ ബന്നരെ കിടാവ് പോലെ എത്തിക്കരുണ്ട്. ഒരു ദോഷവും ഇല്ലാണ്ട് ഉമ്മരെ ബൈത്ത് ബന്ന കിടാവ് ഒരു ദോഷവും ഇല്ല. ആ ഒരു ദോഷവും ഇല്ലാത്ത ആളെത്തിക്കറ് ഇണ്ട് ഉള്ളേ യൂടി ഖാദർ സാർ. അതേപോലെ ഇഫ്തിഖാർ ബൈ. അള്ളാഹുവിനെ മഖ്ബൂൽ മബ്റൂർ അള്ളാഹു സ്വീകരിക്കട്ടെ. എന്ത് ഹജ്ജിಗೆ പോണ്ടേ മുന്നോട്ട് അതിൽ ഏത് സ്ഥാനത്തിൽ നിಂತು ഇനി അള്ളാഹു താല ആചാര ഇരു അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് മദൻ തകര ഹക്ക് ബർക്കത്ത് കൊണ്ടുവന്നു. ഈ രാജ്യത്തെ ഏറ്റവും ഉള്ള എത്തരമായ സ്ഥാനത്ത് അള്ളാഹു എത്തുപാട്ടിട്ട്. അതേപോലെ ഫ്യൂച്ചർക്ക് അതില് നാളെ രാഷ്ട്രത്തിലെ എത്തരമായ സ്ഥാനത്ത് അള്ളാഹു എത്തുപാട്ടിട്ട്. സമുദായത്തിക്ക് സമാജത്തിക്കും രായത്തിക്കും ക്ഷേത്രത്തിക്കും രാജ്യത്തിക്കും ഹിദ്മത്ത് എടുക്കൂ അഭിവൃദ്ധി ആക്കൂ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരത്തോളം നാളെ രാജ്യത്തിലും നാളെ സ്റ്റേറ്റിലും നാളെ ക്ഷേത്രത്തിലും ഇന്ത്യയിലെ മറക്കൂ ആർക്കും സാധ്യമാവാത്ത രൂപത്തിലായി ഞങ്ങൾക്ക് അഭിവൃദ്ധി ആക്കി കാട്ടിയത് ആക്കി തന്നിട്ട് ഞങ്ങൾക്ക് കയ്യിൽ അത് അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ ശാന്തി സൗഹാർദ്ദത്തെ അയലെ ഇന്ത്യ പിരിച്ചവയ്ക്കരെ കാലം അയൽ അഭിവൃദ്ധി ആക്കിയ മാത്ര കാരണത്തിലല്ല അയലെ സ്വഭാവ ഇന്ത്യ ರಾಯತೆ ರಾಜ್ಯತೆ ಪ್ರತಿ ವರ್ತ ಜಾತಿ ಮತ ಭೇದ ಭಾವ ಇಲ್ಲಾಂಟು ಅಯ್ಯಲ್ಲಿ ಬಿಡಿಸಬೇಕ್ರೆ ಮೈನ್ ಅಯ್ಯಂದ್ರೆ ಸ್ವಭಾವ ಐತಿಕ್ರಿ ಸ್ನೇಹ ಜೀವಿ ಎಲ್ಲಾರು ಬಿಡಿಸಬೇಕಿರಲ್ಲ. ಇಪ್ಪ ನಿಂಗೆ ಕಂಡಾರು ಪಲ್ಲಿ ಬಂತ ಅಂಬತ್ತು ಅಯ್ಯಲ್ಲಿ ಆ ಪಲ್ಲಿನ ಭರ್ತಾವಕ್ಕೆ ಎತ್ತು ಐತಿಲ್ಲ. ಪ್ರತಿ ಚೆರಿಯ ಮಕ್ಕ ಬೆಲೆ ಎಲ್ಲಾರು ಬಯಲ್ಗೈ ಕೊಡ್ತದೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಇಂಗಂತ ಒಂದು ಸ್ವಭಾವತೆ ನಂಗೆ ಸಾಮಾನ್ಯ ಆಲ್ ಮಾರ್ಕೆಟ್ ಬಾರಿ ಕಷ್ಟ ಐತಿಕ್ರಿ. ಇಂದು ನಂಗೆ ಸ್ಪೀಕರ್ ಐತೆ ಕಿಟ್ಟಿಲ್ಲ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಅಲ್ಲಾಹು ಸ್ವೀಕರಿಕಟ್ರಿ. ಎಪ್ಪೋ ನಂಗೆ ಅಯಲ್ಕೈತು ಇಡೀ ಉಲ್ಲಾಲ ಜಮಾತ್ ಅಲ್ಲ ಇಡೀ ರಾಯ ತಗಮಿ ಅಯಲ್ಗೆ ದುವಾರ್ಕೊರು ಅಲ್ಲಾಹು ಅಜ್ಜಿ ಬೈತು ಬಂದಂಗೆ ನಾಪೋ ನಾಲ್ತೋಲು ದುವತ್ತು ಉತ್ತರ ಕಿಟ್ರು ಉಂಡು. ಅದು ನಂಗೆ ಅಲ್ಲಾಹು ಪಡಿಪಾಡಿ ಇಟ್ಟಿಕ್ಕರು. ಅಪ್ಪ ನಾಪೋ ನಾಳುಂಡು ಅಯಲ್ ನಂಗೈತು ನಾ ರಾಜ್ಯತ್ಗೈತು ನಗಲೆ ದೇಶತ್ಗೈತ ಜಿಲ್ಲೆಗೈತು ಅಲ್ಲಾಹು ಅಯಲ್ಗೆ ದುವಾರ್ಗು ತೌಫೀಕ್ നൽകട്ടെ ಅಂತ ಬರ್ಕತಿಕ್ ಬರ್ರೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ. ಜಂಡು ಬಲ್ಕೋರಿ. ಇವತ್ತಿನ ಈ ಒಂದು ಪವಿತ್ರ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಉಪಸ್ಥಿತರು ಅಧ್ಯಕ್ಷ ವಹಿಸಿದ ದರ್ಗಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷರು ದೊರೆತಂತ ಹನೀಫ್ ಹಾಜಿರ್ ಅವರೇ, ಅದೇ ರೀತಿ ನಮ್ಮೆಲ್ಲ ಆದರಣೀಯರು ನಮ್ಗೆ ಬಹುಮಾನ್ಯರಾಗಿರುವಂತ ಬಹುಶಃ ನಮಗೆ ಈ ದೀರ್ಘಕಾಲದ ಅವರು ನೇತೃತ್ವ ವಹಿಸಿದಂತಹ ಪುರತಂಗಳ ಸುಪುತ್ರರಾಗಿರುವಂತಹ ಅಜ್ಜನ್ ಕಾಜಿರಾಗಿರುವಂತಹ ಮಶ್ರೂಫ್ ತಂಗಳವರದ್ದು ಕೇಳಿಕೊಂಡು ನಮ್ಮ ಜೊತೆ ಉಪಸ್ಥಿತರಂತಹ ಗೌರವರಾಗಿರುವಂತಹ ಕಾಣಿಚೂರು ಮಾಜಿ ಅಧ್ಯಕ್ಷ ಕಾಣಿಚೂರು ಮೋನಾಖನ್ ಅವರೇ, ನಾಜಿರ್ ಅವರೇ, ಎನ್ಸ್ ಕರೀಂ ಅವರೇ, ತಿಗಾರ್ ಮೊಹಮ್ಮದ್ ನಮ್ಮ ಅಶಫಾಖನ್ ಅವರೇ, ಎಲ್ಲ ನಮ್ಮ ಹಿರಿಯ ಚಲೋಣ ಯೂಸುಫಾಕ್ ಇಸ್ಮಾಯಿಲ್ ಉಸ್ದಾಗ್ ಎಲ್ಲ ನಮ್ಮ ಸದಸ್ಯರೇ, ಸಮಿತಿಯ ಮುಸ್ತಫಾ ಮತ್ತು ಇಲ್ಲಿಯ ನಾಜಿಮ್ ಮತ್ತು ಉಸ್ಮಾನ್ ಇಲ್ಲಿಯ ಊರ ಸೌರ ನಮ್ಮ ಸದಸ್ಯರುಗಳೇ,
ಇಲ್ಲಿ ನನ್ನ ಸನ್ಮಿತ್ರರೇ, ವಿವಿಧ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರೇ, ಸದಸ್ಯರೇ, ಪದಾಧಿಕಾರಿಗಳೇ ಮತ್ತು ಇಲ್ಲಿರುವ ಅಧ್ಯಕ್ಷ ವರ್ಗದವರು, ದೀರ್ಘ ಮಾತ್ರ ಬಹುಶಃ ಒಂದು ಯಾವುದು ಕೂಡ ನಾವು ನಿರೀಕ್ಷಿತ ರೀತಿಯಲ್ಲಿ ಆಗುವುದಿಲ್ಲ. ಆದ ಕಾರಣ ಬಹುಶಃ 1.5-2 ತಿಂಗಳ ಹಿಂದೆ ನಾವು ಕೂಡ ಈ ಒಂದು ಪವಿತ್ರವಾದ ಹಜ್ಜಿಗೆ ಹೋಗ್ತಾನೆಂಬ ಸ್ಪಷ್ಟವಾದ ಒಂದು ಆಲೋಚನೆ, ತೀರ್ಮಾನ 1 ವರ್ಷ ಮುಂಚೆಯನ್ನು ಕೂಡ ನಾನು ಪ್ಲಾನ್ ಮಾಡಲಿಲ್ಲ. ನಾನು ಯಾವಾಗ ಹೇಳಿದ್ದೇನೆ, ಅಲ್ಲಾಹು ತಾಲ ಯಾರನ್ನು ಯಾವ ಸಂದರ್ಭದಲ್ಲಿ ಮುಟ್ಟಿಸಬೇಕು ಅಲ್ಲಿಗೆ ಆಟೋಮೆಟಿಕ್ ಆಗಿ ಆ ಸರ್ವಶಕ್ತ ದೇವರು ನಮ್ಮನ್ನು ಮುಟ್ಟಿಸ್ತಾರಂತೇಳಿ. ಅದೇ ರೀತಿ 2 ತಿಂಗಳು ಜಸ್ಟ್ ಕೂತ್ಕೊಂಡಿರ್ತಿ ಮನೆಯಲ್ಲಿ ಮಾತಾಡುವಾಗ ಹೋಗು ಅಂತೇಳಿ ಅಲ್ಲಿಂದ ಪ್ರಾರಂಭ ಆಗಿ ನಿಮ್ಮೆಲ್ಲರ ಬಹುಶಃ ನಿಮ್ಮೆಲ್ಲರ ಆ ಒಂದು ದುವಾ ಮೂಲಕ ಇವತ್ತು ಅತ್ಯಂತ ನೆಮ್ಮದಿಯಿಂದ, ಅತ್ಯಂತ ಪಾವಿತ್ರತೆಯಿಂದ, ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ನಾನು ಅಲ್ಲಿ ತನ್ನ ಪವಿತ್ರ ಹಜ್ ಆ ಕರ್ಮವನ್ನು ಮುಗಿಸಿಕೊಂಡು ಬಹುಶಃ ಇವತ್ತು ಅಲ್ಲಾಹ್ ಅನುಗ್ರಹದಿಂದ ಮತ್ತೆ ನಿಮ್ಮ ಬಳಿ ನಾನು ಇವತ್ತು ದುವಾ ಬೇಡಲಿಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ಅದನ್ನು ಹೋದವರೆಲ್ಲ ಹಜ್ ಕೂಡ ಇವತ್ತು ಸ್ವೀಕರಿಸಂತ ಎಲ್ಲ 100ಕ್ಕೂ ಹೇಳಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಇದನ್ನು ಸ್ವೀಕರಿಸಲಿ ಅಂತ ಹೇಳಿ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ನಾನು ಕೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ನಾವು ಇವತ್ತು ಖಲೀಲ್ ತಂಗಲ್ ಅವರ ಜೊತೆಯಲ್ಲಿ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಇವತ್ತು ಹೋಗುವಂಥ ಅವಕಾಶ ಆಯಿತು. ನಾನು ಇವತ್ತು ನೆನಪಿಸಬೇಕಾಗ್ತದೆ, ತಾಜುಲ್ ಉಲೇಮಾ ಅವರ ಹತ್ರ ನಾನು ಫಸ್ಟ್ ಬಂದು ನನ್ನ ಮಗಳ ಬಗ್ಗೆ ನಾನು ಚರ್ಚೆ ಮಾಡಿದಾಗ ಬಹುಶಃ ಖಲೀಲ್ ತಂಗಲ ಬಗ್ಗೆ, ಮಹದೀನ್ ಬಗ್ಗೆ ವಿಶೇಷವಾಗಿ ನನಗೆ ಆ ಒಂದು ಮಾರ್ಗದರ್ಶನ ಆವತ್ತು ಹೇಳಿ, ಯಾಕೆ ಅವರು ಸರಿಯಾದಂಥ ಕಾಲೇಜ್ ಅವಸ್ಥೆ ಸ್ಕೂಲ್ ಇವತ್ತು ಇರಲಿಲ್ಲ. ತದನಂತರ ನಾನು ಬೆಳಿಗ್ಗೆ ಪೂರ ತಂಗಳ ಹತ್ರ ಹೋಗಿ ಬೆಳಿಗ್ಗೆ ನಮಾಜ್ ತಕ್ಷಣ ನನಗೆ ನೆನಪಾಗ್ತದೆ, ಅವ್ರ ರೂಮಿನಲ್ಲಿ ಆ ಸಣ್ಣ ಬೆಡ್ನ ಮೇಲೆ ಕೂತ್ಕೊಂಡು ಮಾಡಿದಾಗ ಅವರು ಕೂಡ ಮಗಳ ಅವತ್ತು ದುವಾ ಮಾಡಿ ಬಹುಶಃ ಅಲ್ಲಿಂದ ನಾವು ಮಹದೀನ್ಗೆ ಆ ಸಂಸ್ಥೆಗೆ ಹೋಗಿ ಖಲೀಲ್ ತಂಗಲ ನೇತೃತ್ವದಲ್ಲಿ ಅಲ್ಲಿ ಸೇರಿದ್ದು. ಆ ಒಂದು ವಿಶೇಷವಾದ ಆ ಒಂದು ಪ್ರೀತಿ ಮತ್ತು ಅವರ ಮೇಲೆ ವಿಶೇಷ ಒಂದು ಇರುವಂಥ ಒಂದು ಗೌರವ, ಅದು ಮುಖಾಂತರ ಬಹುಶಃ ತಾವು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದ್ದು ಅದಿದ್ದ ಕಾರಣ ನಮಗೆ ಇನ್ನಷ್ಟು ಆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಸಕ್ರಿಯವಾಗಿ ಭಾಗವಹಿಸುವಂಥ ಎಲ್ಲ ಅವಕಾಶ ನನಗೆ ಸಿಕ್ಕಿ ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಇವತ್ತು ನಾನಿದ್ದೇನೆ. ಅದಕ್ಕೆಲ್ಲ ನಿಮ್ಮೆಲ್ಲ ಅಲ್ಲಿ ಹೋಗಿ ಮುಟ್ಟಿ ಮತ್ತೆ ಇಲ್ಲಿ ಬರಲಿಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಅದು ನನಗೆ ಪ್ರಮುಖವಾದ ಕಾರಣ. ನಾನು ಹೋಗುವಾಗಲೂ ಕೂಡ ಇದು ಉಲ್ಲಾಲ ಸೈಯದ್ ಎಲ್ಲ ಕಡೆ ಬೇರೆ ಬೇರೆ ಭೇಟಿ ಕೊಟ್ಟು ಕಡೆಯದಾಗಿ ಸೈಯದ್ ಮರ ಒಂದು ದಿವಸ ರಾತ್ರಿ 12:30 ಗಂಟೆ 1 ಗಂಟೆ ಬಂದು ಸೈಯದ್ ಮರ ದರ್ಗದಲ್ಲಿ ಮತ್ತು ತಂದೆ ಹಜಿರತ್ ಮಾಡಿಕೊಂಡು ಬಹುಶಃ ಹೊರಟದ್ದು. ಸೊ ಅಲ್ಲಿಂದ ಮನೆಗೆ ಹೋಗೋ ಮುಂಚೆ ಇಲ್ಲಿಗೆ ನೇರವಾಗಿ ಇಲ್ಲಿಗೆ ಬಂದು ಇಲ್ಲಿ ದರ್ಗದ ನಿಮ್ಮೆಲ್ಲರ ಮತ್ತು ಎಲ್ಲ ಜಿಯಾರತ್ ಮಾಡಿಕೊಂಡು ನಿಮ್ಮಲ್ಲಿ ದುವಾ ಪಡ್ಕೊಳ್ಳುವ ಅವಕಾಶ ನನಗೆ ಸಿಕ್ಕಿದೆ. ಅದು ನನಗೆ ಮತ್ತು ಈ ಮಣ್ಣಿಗೆ ಅಲ್ಲಾಹ್ ತಾಲ ಕಲ್ಪಿಸೋ ವಿಷಯ ಸಂದರ್ಭ. ನಾನು ನನ್ನ ಮದುವೆ ಆದ ಸಂದರ್ಭ ಕೂಡ ಹಾಲಲ್ಲಿ ಮದುವೆಯಾಗಿ ನಿಕ್ಕಾಗಿ ನಾನು ಮನೆಗೆ ಹೋಗಲಿಲ್ಲ, ನೇರವಾಗಿ ಇಲ್ಲಿಗೆ ಬಂದೆ. ಸಂಜೆ ಹೊತ್ತು ಅಸರ್ ನಮಾಜ್ ಟೈಮ್ ಇಲ್ಲಿಗೆ ಮುಟ್ಟಿ ತಾಜುಲ್ ದುವಾ ಮುಖ ಅಸರ್ ನಮಾಜ್ ತಾಜುಲ್ ದುವಾ ಇತ್ತು, ಅದ್ರಲ್ಲಿ ದುವಾದಲ್ಲಿ ಪಾಲ್ಗೊಂಡು ಇವತ್ತು ಇಲ್ಲಿಂದ ಹೊರಟಂಥ ಒಂದು ಮನೆಗೆ ಹೋದಂಥ ಒಂದು ವಿಚಾರ. ಆದ ಕಾರಣ ಆ ಒಂದು ರೀತಿ ನೆನಪಿಟ್ಟುಕೊಂಡು ಬಹುಶಃ ಇಲ್ಲಿ ಬಂದು ನಿಮ್ಮ ಜೊತೆ ಸತತ ಸಂತೋಷನಾಗಿದ್ದೇನೆ. ಅದಕ್ಕಾಗಿ ನಿಮ್ಮೆಲ್ಲರ ವಿಶೇಷವಾದ ಆ ಒಂದು ದುವಾ ನಾನು ಇವತ್ತು ಕೇಳಿಕೊಂಡು ನಾನು ಯಾವ ವಿಚಾರ ಕೂಡ ದೀರ್ಘವಾಗಿ ನಾನು ಇವತ್ತು ಮಾತಾಡಿದೆ. ನಾನು ನಿಮಗೆ ಒಂದೇ ಮಾತಲ್ಲಿ ಎಲ್ಲ ವಿಚಾರಕ್ಕೆ ಒಂದೇ ಉತ್ತರ ಕೊಡುವಂಥದ್ದು. ನನಗೆ ಬಹುಶಃ ಅಲ್ಲಿ ಹೋದಂಥ ಸಂದರ್ಭದಲ್ಲಿ ಬೇರೆ ಕಲಿತ ಮಾತಾಡೋ ಸಂದರ್ಭ ಒಂದು ಮಾತನ್ನು ಹೇಳಿದರು, ಒಬ್ಬ ರಾಜನ ಕಿರೀಟ ಅದು ಸಬೂರ್ ಅಂತ. ರಾಜನ ಕಿರೀಟ ಯಾವುದಂತ ಹೇಳಿದರೆ ಅದು ಸಬೂರ್ ಮತ್ತು ತಾಳ್ಮೆ. ಅದಕ್ಕಾಗಿ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಕೂಡ ತಾಳ್ಮೆ ಇರಲಿ, ನೀವೆಲ್ಲರೂ ರಾಜರ ಸ್ಥಾನಕ್ಕೆ ಮುಟ್ಟಿ ಅಂತೇಳಿ ನಾನು ಕೂಡ ನಿಮಗೆ ದುವಾ ಮಾಡಿ ಶುಭ ಸಲ್ಲಿಸಿ ನನ್ನ 2 ಮಾತು ಮುಗಿಸ್ನೇ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ അമ്മാ ബഅദ്. മലയാളം ഇതിന് പ്രശ്നമില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ സദസ്സ് വളരെ സന്തോഷമുണ്ട്. യാദൃശ്ചികപരമായി താജുൽ ബാപ്പാന്റെ ഉറൂസിന്റെ മീറ്റിംഗ് കൂടണമെന്ന് ഉദ്ദേശിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് ശരിക്കും ഉണ്ടായത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ രണ്ടാളും താജുൽമനോടും ബാപ്പാനോടുള്ള ബന്ധത്തിന്റെ ആ പൂക്ക് ഇവിടെ തിരിഞ്ഞു എന്നുള്ളത് ഇപ്പൊ യാഥാർത്ഥ്യം. ഇവരിന്ന് വരുന്ന കഥ നമ്മ അറിയില്ല, ഇവിടെ വന്ന് കൂടുന്ന അറിയില്ല. ഈ സമയം ശരിക്കും 7 മണിന് പറഞ്ഞത് ഈ മഗ്‌രിബിന്റെ ഞാൻ പിന്നെ പറഞ്ഞ നമുക്ക് ഇശാന്റെ ശാഖ അതിനൊക്കെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധിക്കും. അൽഹംദുലില്ലാഹ് ഇപ്പൊ ആ 7 മണിക്ക് ഇവർക്ക് കൂടാൻ പറ്റി, ശേഷം നമ്മൾക്കും കൂടാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്.
എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരാൾ രാജസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് അഥവാ നിയമസഭയിൽ നിൽക്കുമ്പോൾ ഒരു ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. എൻ്റെ അറിവിലിപ്പം ഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ യൂട്ടി ഖാദർ സാറാണ്. അള്ളാഹു താല ആ ഹജ്ജ് സ്വീകരിക്കും. അത് അള്ളാഹു നൽകിയൊരു ഫضലാണ്. അതിന് നമ്മൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു നൽകുന്ന വലിയൊരു ഫضൽ. എന്നാലും ആ വ്യക്തി സ്പീക്കർ എന്നുള്ള രീതിയിൽ എല്ലാ നിലക്കുള്ള ഗവൺമെന്റ് തലത്തിൽ എന്ത് കിട്ടും, പല നിലക്കും അറിയിച്ചു കൊടുത്താൽ ഒരു ചെറിയൊരു പരിഗണന ഉണ്ടാവും. എന്തായാലും ഹാജിമാറായ പരിഗണന എന്ന് പറഞ്ഞാൽ ഏത് കുത്തുബാണെങ്കിലും ഏത് സയ്യിദാണെങ്കിലും ഏത് ആലിമാണെങ്കിലും അള്ളാഹുവിന്റെ ആ കഅബയിലെത്തുമ്പോൾ നമ്മൾ ആ രണ്ട് വസ്ത്രേ ഉള്ളൂ. അത് ശരി തന്നെ. പക്ഷെ അവിടത്തേക്ക് പോകാൻ വേണ്ടാവുന്ന ഒരുപാട് റബ്ബ് നൽകിയ ദുന്യവിയായ നിലപാടുണ്ടാവുന്ന ഒരുപാട് ഫായിദകളുണ്ട്. അതൊക്കെ ഇവർക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ ഹജ്ജിന് വേണ്ടി പോകുന്നത് എന്നുള്ള ആ ഒരു സ്വബോധം അത് വെറുതെ വന്നൊന്നല്ലല്ലോ. ഇവർക്കും അറിയാൻ എനിക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അങ്ങനെയൊക്കെ ഇല്ല. പക്ഷെ എന്തേ ആ സയ്യിദന്മാരോടും എൻ്റെ ഒരു ബന്ധം കൊണ്ട് എൻ്റെ മകള് പഠിക്കുന്നത് മഹദിയിൽ തങ്ങൾ ഉസ്താദിന്റെ അടുത്ത്. അപ്പൊ ആ തങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഹജ്ജ് എന്നുള്ളവർക്ക് പവിത്രമായി ചെയ്യാൻ പറ്റുമല്ലോ. ബാക്കി ദുന്യാവും നമുക്ക് ഇവർക്ക് ഏതും ബന്ധപ്പെടാം. ഹജ്ജിയായ രൂപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആലിം തന്നെ പറഞ്ഞു കൊടുക്കണമല്ലോ. അത് അറിവില്ലാത്തവന് ഇൽമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ആ രീതി ഇവർക്ക് അറിഞ്ഞത് കൊണ്ട് തന്നെ ആ ഖലീൽ തങ്ങളെ കൂടെ പോയത് കൊണ്ടും അതിൻ്റെ എല്ലാ ഫضലുകളും കിട്ടി എന്നുള്ളത് മൂപ്പരുടെ ത്രൂ എനിക്ക് അറിയപ്പെട്ടു. എന്നല്ല, നമ്മളെ ബന്ധപ്പെട്ടവർ അവിടെ നിന്ന് ഹജ്ജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവരുണ്ട് എന്ന് പറഞ്ഞു. അവിടെയൊക്കെ എന്തേ ഞാനൊരു ഹജ്ജ് ചെയ്യാൻ വന്നവനാണ്, ഞാൻ സാധാരണ ഒരു പൗരനെ പോലെ ഞാൻ അവിടെ ഹജ്ജ് ചെയ്യാൻ വന്നതാണെന്നുള്ള ആ ഉദ്ദേശം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകടിയെ അറിയിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിന് സ്പീക്കർ അവിടെ കടന്നുറങ്ങുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞറിയിച്ചാക്കി കൊടുത്തല്ല, അള്ളാഹു നൽകുന്ന ഫضലുകളാണ്. അപ്പൊ ഞാനും നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തന്നതിനെ റബ്ബേ നിന്റെ ദീന്റെ ഖിദ്മത്തിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് ചെയ്യണേ എന്നുള്ള ആ ഉദ്ദേശമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ട. അതാണ് ഇപ്പം നേരത്തെ മുമ്പ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തായിട്ടുണ്ട് ദ്വാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ തന്നെ അല്ലേ, ചെറിയൊരു ചെയ്യൽ തിരിഞ്ഞിന്. അപ്പോ അതാണെന്ന് മനസ്സിലായി. അത് ഉള്ളിന്റെ ഉള്ളുണ്ടാവുന്ന ആ ഒരു സ്നേഹബന്ധം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചെയ്തതിനൊക്കെ ഇവർക്ക് ഇവിടുന്ന് പോകാൻ, അഥവാ ഞാൻ ഉള്ളാർത്ത് എൻ്റെ എല്ലാ ഫത്തഹും വന്നത് ഇവിടുന്നാണ്. സയ്യിദ് മദനി തങ്ങളുടെ ദ്വാരിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതേപോലെ വന്നിട്ട് ആദ്യം നിങ്ങളെ ഈ നാട്ടിന്റെ കുത്തുബാരാണ്, അത് സയ്യിദ് മദനി തങ്ങളാണ്. ഈ ചെയ്തതിന്റെ ഫضൽ ഇനി ഇങ്ങനെ അങ്ങോട്ട് അള്ളാഹു തആല നൽകുമാറാവട്ടെ. അതും ചെയ്തതിന്റെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ചെയ്തതാണ് ശരി. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം നേരെ പോയിട്ട് CM കണ്ടിട്ട് നാളെ പത്രപ്രവർത്തി ചെയ്യണം അല്ലേ, അതാണല്ലോ അതിന്റെ രീതി ഉണ്ടാവും. പക്ഷെ അതല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആ നാട്ടിലെ കുത്തുബ് അല്ലെങ്കിൽ ആ നാട്ടിലെ വലിയ ആരാണ്, ആ വലിയന്റെ ദർബാറിൽ പോയി സിയാറത്ത് ചെയ്ത് പോലും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പറയാനാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അത് ഈ മൂപ്പര് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം. അത് നമ്മക്കും നിങ്ങൾക്കും എല്ലാവർക്കും അഭിമാനിക്കാനുള്ളതാണ്. അത് നമുക്ക് ആര് ചെയ്താലും ആ ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. അൽഹംദുലില്ലാ, ഞാൻ ആരോ പറഞ്ഞു കൊടുത്താന്ന് കരുതിപ്പോ അങ്ങനെയല്ല, ഇവരെ സ്വന്തം ഇഷ്ടം വന്നാണ് സിയാറത്താക്കി പോയതാണ്. അൽഹംദുലില്ലാ, ഇത് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കൊക്കെ അങ്ങനെ ബാപ്പ പറഞ്ഞു തരാനുണ്ട്. നമ്മൾ ആ ജീവിത രീതി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ്. താജുൽമന്റെ അടുത്ത് പറഞ്ഞ് തിരിച്ച് താജുൽമന്റെ അടുത്ത് വന്നിട്ടേ പിന്നെ ബാക്കി ദുനിയാവ് വിടി പോക്ക്. അത് ഇപ്പൊ ഇവിടെ ബാപ്പ ഫതഹായതിന്റെ ശേഷം ഉംറക്ക് നേരെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായി, ഞാൻ ഈ ഉള്ളാളത്തേക്ക് പറ്റോ? ഇല്ല പറ്റൂല, എനിക്ക് ബാപ്പാന്റെ അടുത്ത് പോയിട്ടേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞു. ബാപ്പാന്റെ അടുത്ത് പോയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടത്തേക്ക് വന്നത്. അത് തന്നെയാണ് ചെയ്യേണ്ടതും. അൽഹംദുലില്ലാ, മൂപ്പര് വന്ന് വളരെ ചെയ്തത് വളരെ സന്തോഷം. ഇനി സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നതിന് അവനവന്റെ ബാപ്പയോ ഉമ്മയോ മരണപ്പെട്ടാലോ ആ ആലിമിനെ സിയാർത്ത് ചെയ്തതിന്റെ ശേഷം സ്വന്തം ഉമ്മാന്റെ ഉപ്പാന്റെ ഖബർ സിയാർത്ത് ചെയ്തതിന്റെ ശേഷം നിങ്ങളെ ഭാര്യനെ മക്കളെ കാണണം. അതാണ് സുന്നത്ത്. സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല ഈ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി 40 ദിവസം വരെ ഹാജി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജനിച്ച കുട്ടി എങ്ങനെയാണോ പ്യുവറായിരിക്കും, ഒന്നുമില്ല, ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം മൊത്തം പൊരുത്തപ്പെട്ടു. അപ്പൊ ഇനി ആ ഹാജിന്റെ പേരിൽ നമ്മൾ കുറ്റം ആരോപിക്കാനും പാടില്ല, കുറ്റം ആരോപിക്കാനും പാടില്ല. നമ്മളും ശ്രദ്ധിക്കണം, അവരും ശ്രദ്ധിക്കണം. ഹജ്ജ് ചെയ്ത ഞാനും ശ്രദ്ധിക്കണം, പറയുന്നവർ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ചെയ്ത അമൽ തിരിച്ചെടുക്കുന്ന. അപ്പൊ മാത്രല്ല 40 ദിവസം വരെ ഇവരെ ഓരോ ദുആയിലും ഇവർക്ക് അല്ലാഹു തആല സ്വീകരിക്കും, ചെയ്ത തോറ്റങ്ങൾ സ്വീകരിക്കും. അത് ഹാജിമാർക്ക് എല്ലാവർക്കും അല്ലാഹു കൊടുത്താണ്.
അത് ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പം നിങ്ങൾ കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ദ്വാരിപ്പിക്കണം. അതിനെ ചിന്തിക്കും, അയാളൊരു സാധാരണക്കാരനല്ലേ, സാധാരണക്കാരനടുത്ത് എല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്ത് സാധാരണക്കാരനായി. അതിന് ഏത് വലിയ നിൽക്കല്ല, ഹാജി എന്നുള്ളവർക്ക് ദ്വാ ചെയ്യും വേണം എന്ന് മാത്രമല്ല പറഞ്ഞ് ദ്വാരിപ്പിക്കും വേണം. പിന്നെ സന്തോഷം പങ്കിടണം. അങ്ങോട്ട് പോയി കാണൽ വരെ സുന്നത്താണ്. ആ രൂപം നിങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ സാധാരണ ഇതെല്ലാം ഫുൾ ടൈം ഉണ്ടാണെന്നില്ല, ആ ദുന്യാവിധേയ തിരക്കുണ്ടാവും, സ്വാഭാവികമാണ്. എന്നിരുന്നാലും എവിടുന്നൊക്കെ ഞാൻ നിങ്ങൾ കാണുന്നു ആ 40 ദിവസം ഹാജിമാരോട് ദ്വാ ചെയ്യിക്കൽ എനക്കും നിങ്ങൾക്കും സുന്നത്താണ്. അത് റസൂല് പറഞ്ഞാണ്. അതിന് അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരുമിച്ച് കൂടൽ പ്രത്യേകിച്ച് താജുൽമന്റെ ബാപ്പാന്റെ ഉറൂസിന് ബന്ധപ്പെട്ടാണ് ഞാനൊരു യാഥാർത്ഥ്യം വന്നത്. അതിനുകൊണ്ട് ഇവരെ സ്നേഹം നമ്മൾ ഉപ്പാനോട് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളാണ് ഇപ്പം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഉറപ്പതിന് യാതൊരു സംശയം എനിക്കില്ല. കാരണം ഞാൻ വരുന്നത് ശരിക്കും ഡൽഹി അജ്മീർ എന്ന് വരെയാണ്. ഡൽഹി അജ്മീർ കഴിഞ്ഞിട്ട് ഒരു പരിപാടി കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ബ്യൂട്ടി കാതൽ വരും വന്നിട്ടുണ്ട്. ഞാൻ ആയിക്കോട്ടെ നേരെ ഇവിടെ വന്ന് എന്തായാലും വരണമല്ലോ. ഹാജിമാരെ കാണുന്ന സുന്നത്തും ഉണ്ട്, സിയാറത്ത് 8 മണിക്ക് എനിക്കിവിടെ പരിപാടിയുണ്ട്. അങ്ങനെയാണ് വന്ന് കാണുന്നത്. നമ്മൾ 5 മണി ഫ്ലൈറ്റിലെ അൽഹംദുലില്ലാഹ്, എന്നെ സംബന്ധിച്ചോളം 8 മണിന്റെ ഫ്ലൈറ്റ് എടുക്കേണ്ടത് നേരത്തെ ബാക്കാക്കി. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. 8 മണിന്റെ ഫ്ലൈറ്റ് ഇറങ്ങേണ്ടടുത്ത് 7 മണിക്ക് 6:45 ഇവിടെ ഇറങ്ങാന്നുള്ളവർക്ക് വേഗം വന്നു. അൽഹംദുലില്ലാഹ്. അപ്പോ ബാപ്പാന്റെ സാന്ദർഭികം പറയുന്നത് ശരിയാണോ എന്നല്ല, എന്നിരുന്നാലും ബാപ്പാന്റെ ഉറൂസ് ഈ സഭ ഉപയോഗപ്പെടുത്തുന്നത് കുഴപ്പമില്ലല്ലോ. ബാപ്പാന്റെ ഉറൂസ് ഈ മാസം 26, 27, 28, 29 നടക്കുന്നു. അതില് എല്ലാവരും വരണം. ആ വന്ന് പങ്കെടുക്കണം. അവിടുത്തെ മദദ് നസുർ നദർ ഇടാൻ നിങ്ങൾക്ക് ദ്വാ ചെയ്യും വേണം. കാലാവസ്ഥ അനുകൂലമായി കിട്ടാനും പ്രതികൂലമില്ലാതെ കാര്യങ്ങളൊക്കെ ഫതഹാൻ അതിന് നേതൃത്വമാകുന്ന കുമ്പോൾ തങ്ങളെ AP ഉസ്താവും സുലൈമാൻ ഉസ്താവും പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ വർക്കിംഗ് ആയിട്ട് നമ്മളിപ്പം ഹാജിയായ ഇഫ്തിഖാർ സാറാണ് ഇതിന്റെ എല്ലാം. ഇവര് അതിന്റെ അഡ്വൈസറി ബോർഡിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതുവരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാതെ കാര്യങ്ങളൊക്കെ നടന്നു വന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങൾ കഴിയുന്നവരൊക്കെ വാക്കാല പ്രചരണമായിട്ടും അതുപോലെ എല്ലാ നിലക്കുള്ള തടിയായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത് അത് വിജയിപ്പിക്കണം. പറയുന്നത് ബാപ്പാന്റെ ഉറൂസ് അനക്ക് വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ ആരും ചിന്തിച്ചു പോകരുത്. തങ്ങൾ പറഞ്ഞിട്ട് അനക്ക് തന്നെ ഫണ്ട് ഉണ്ടാക്കാനല്ല. അതൊരു നേതാവായാൽ ആ ഉറൂസ് നടത്തൽ ആ നാട്ടിന്റെ എല്ലാവർക്കുള്ള ബാധ്യത എന്നുള്ള രൂപത്തിലാണ്. എൻ്റെ ബാപ്പാനെ സംബന്ധിച്ചോളം എനിക്ക് എന്നും ഉറൂസാണ്. എന്നും ഞാൻ യാസീൻ ഓതുന്നുണ്ട്, എന്നും ഫത്ത ഓതുന്നുണ്ട്. ഉറൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറൂസ് എന്നല്ല, അറസ് എന്നാണ്. പറഞ്ഞ് ഉറൂസ് ആയതാണ്. അറസ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പള ചമയാന്നർത്ഥം. അവര് ശരിക്കും അള്ളാഹുവിന്റെ അടുത്ത് പുതിയാപ്പള രൂപത്തിലാണ്. അപ്പൊ പുതിയാപ്പള അങ്ങനെ ചമയിക്കാം, ഉള്ള പട്ടുനൂലും മറ്റേലും കോട്ട് സൂട്ടെല്ലാം ഇട്ടിട്ടല്ല നടക്കുക. അതിന് ആത്മീയപരമായിട്ട് ഒരു റൂഹ് പോയാൽ ആ റൂഹിനെ പുതിയാപ്പള ചമയിൽ എങ്ങനെ യാസീനോത്തും ഖുർആാനോത്തും അവരെ പേരിൽ ദിക്റും സ്വലാത്തും എല്ലാം ചെയ്തിട്ട് ദുആവും വയലെല്ലാം ചെയ്തിട്ടാണ് ആ രൂപം കൊണ്ടിറക്കലാണ് പുതിയാപ്പള ചമയുക. അതാണ് ഉറൂസ്. അത് ആദ്യം തന്നെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ആ രൂപം അതുകൊണ്ട് മക്കളായ എനക്ക് ഇതിനുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാനല്ല, നേതാവ് എന്നുള്ളവർക്ക് എന്റെയും നിങ്ങളെയും കടമ ആ തങ്ങൾ ഉറൂസ് കഴിക്കാന്നുള്ള എന്റെയും നിങ്ങളെയും കടമ. കാരണം എന്താ, നമ്മളെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. നമുക്ക് ആർക്കും മറക്കാൻ കഴിയൂല. ഇല്ലായ്മന്ന് ഇവിടെ പുതിയ ദീനിപരമായിട്ടും ഭൗതികപരമായിട്ടും ഓരോ മക്കൾക്കും അല്ലാഹു തആല ഈ ഒരു ഫضل തരാൻ കാരണം ആ താജുൽ ഖുറത്തു സാദാത്ത് അവരൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ബാപ്പയാണെങ്കിലും നേതാവ് എന്നുള്ളവർക്ക് നമുക്ക് ആ 2 വ്യക്തിത്വങ്ങൾ മറക്കാൻ പറ്റില്ല. നിങ്ങളെ ഇപ്പം ക്യാമ്പ് വരുന്ന മക്കളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാനടക്കമുള്ള നിങ്ങളടക്കം കഴിയുന്നതൊരു ദിവസമെങ്കിലും അവിടത്തേക്ക് ഫാത്തിഹയും ഓതണം. കാരണം എന്തേ, ഈ നാട് ഇപ്പൊ ഇവരെ ബാപ്പ അടക്കം ഈ നിലക്കുള്ള എത്താൻ കാരണം ആ ബഹുമാനപ്പെട്ട താജുൽമാന്റെ ഫضലാണ്. ഇവര് പോയ ഖലീൽ തങ്ങളും ആ രൂപത്താൻ കാരണം താജുൽമാനെ കൊണ്ടാണ്. അതുപോലെ അവരുടെ ജ്യേഷ്ഠൻ പൊസോട്ട് തങ്ങളും അവരും എത്താൻ കാരണം ഖലീൽ തങ്ങളെ കൊണ്ടാണ്. അതുപോലെ മുമ്പ് മോനു ഹാജി ഇവരുണ്ടായത് താജുൽമാനെ കൊണ്ടാണ് മൂപ്പരുമായത്. ആ സമയത്ത് തന്നെയാണ് ബാപ്പൻ ആയിബാകുന്നതും ഇവിടുത്തെ ഖാദിയായി ഇവരുള്ള സമയത്ത് അതെല്ലാം ബാപ്പാന്റെ താജുൽമാന്റെ ആ ഒരു ഫضലാണ്. ആ അള്ളാഹു നൽകിയ ദർജ. ഞാനും നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതൊരാൾക്ക് നൽകുന്നതാണ്. അത് ഞാനും നിങ്ങളും എല്ലാ നിലക്കും ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടൊക്കെ അവരെ ഉപയോഗപ്പെടുത്താന്നുള്ളത് എങ്ങനെയാണ് ഫാത്തിയും യാസീനെല്ലാം ഓതിയിട്ട് എല്ലാ ജീവിതത്തിൽ അവനവൻ ചെയ്ത് ചട്ടകളെ കൊണ്ടിറക്കാന്നുള്ളതാണ്.
അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ പറയുന്നു, ബാപ്പാന്റെ ഉറൂസ് 26, 27, 28, 29 പൂറത്ത് വെച്ച് നടക്കുന്ന ഇൻഷാ അല്ലാഹ് ഇവരും AP ഉസ്താദും സുലൈമാൻ ഉസ്താദ് അടങ്ങുന്ന ഇവരും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും പങ്കെടുക്കാൻ അള്ളാഹു തആല അവർക്ക് നമുക്ക് പങ്കെടുക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവർ ചെയ്ത ഹജ്ജും അതുപോലെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓരോരുത്തർക്കും ഹജ്ജ് ചെയ്ത് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണം. ഇസ്ലാമിന്റെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അതിന് നമുക്ക് പോകാനുള്ള വഴി എന്താ? ഇബ്രാഹിം നബീന്റെ പഴയ കാലത്ത് പറയാറുണ്ട്, ഇബ്രാഹിം നബി വിളിച്ചാ നമ്മ അപ്പം എത്തും. അപ്പൊ ആ വിളിക്ക് വേണ്ടി നമ്മളൊന്നും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം. ഫാത്തിയോതി യാസീനോദിറ്റെല്ലാം ഇരിക്കണം. ഇവിടെ ഇപ്പൊ എത്രയോ ആളുകൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ എത്താൻ പറ്റിയോ? ഇല്ല. അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് ഞാൻ നിങ്ങൾ എന്നും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉള്ള നിവാസികൾക്ക് വളരെ അഭിമാനിക്കാണ്ട് ഒരു സ്പീക്കർ എന്നുള്ള ആൾക്ക് ഈ നാട്ടിന്റെ ആളുകൾ നമ്മളെ രാജകീയത്തിന്റെ അടുത്ത് അള്ളാഹുവിന്റെ ദീന്റെ ഖിദ്മത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റിയല്ലോ, എൻ്റെ ഒരു സ്പീക്കറോട് ഹാജിയാണല്ലോ, അയാളോട് ദ്വാരിപ്പിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതും കൂടി നിങ്ങളെ ഫضലാണ്. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനും നിങ്ങളൊക്കെ സാന്ദർഭികം അള്ളാഹുവിന്റെ ദീന്റെ ഖിദ്മത്തിന് വേണ്ടി എന്നെന്നും ഒഴുകി മരിക്കുന്നവരെ ദീന്റെ ഖിദ്മത്തിൽ ഏർപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.